എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമോ, ട്രാൻസ്ഫർ കിട്ടിയാൽ പഴയ സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കുമോ എന്നൊക്കെയാണ് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി അലോട്ട്മെൻറ്റുകൾ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുന്നതിനായി ഇപ്പോൾ തന്നെ മറക്കണ്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് മുൻപ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ തന്നെ അല്ലെങ്കിൽ നാളെ 10 മണിക്കുള്ളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഇതാണ്, നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളും ഏതെങ്കിലും ഒരു കോഴ്സും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായും ആ സ്കൂളിൽ പോയി പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റും ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സീറ്റും നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായും നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ്. ട്രാൻസ്ഫർ കിട്ടിയാൽ പഴയ സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കുമോ എന്നാണ് പല വിദ്യാർത്ഥികളും ഇനി ചോദിക്കുന്ന മറ്റൊരു സംശയം. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ സ്കൂളിൽ ഒരു കാരണവശാലും തുടരാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് നിർബന്ധമായും മാറേണ്ടത് നിർബന്ധമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും പുതിയ സ്കൂളിലേക്കും പുതിയ കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ച സ്കൂളായിരിക്കും നിങ്ങളുടെ 2 വർഷ കാലയളവിൽ നിങ്ങൾ പഠിക്കേണ്ട സ്കൂളെന്ന് പറയുന്നത്. ആ സ്കൂളായിരിക്കും നിങ്ങളുടെ പെർമനൻറ്റും അന്തിമമായ സ്കൂൾ. നിങ്ങൾക്ക് ആ സ്കൂളിലായിരിക്കും നിങ്ങൾ 2 വർഷം പഠിക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ആ സ്കൂളിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നിർബന്ധമായും എടുക്കണം. ട്രാൻസ്ഫർ കിട്ടിയാൽ പഴയ സ്കൂളിൽ തുടരാൻ പറ്റുമോ? പഴയ സ്കൂളിൽ ഒരിക്കലും നിങ്ങൾക്ക് തുടരാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് ലഭിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസിലേക്ക് മാറേണ്ടതാണ്. സയൻസിൽ ആ വിദ്യാർത്ഥിക്ക് തുടരാൻ സാധിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. പിന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രിയോടെ നാളെ രാവിലെ 10 മണിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.